ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കല്യാണ പന്തലിലേക്കാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1990കളിൽ നടന്ന ഒരു കല്യാണ പന്തലിലേക്ക്. അന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിന് വീഡിയോ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണമാണെന്നാണ്. കല്യാണത്തിന് ഫോട്ടോഗ്രാഫി എന്തായാലും ഉണ്ടാവാറുണ്ട്, പക്ഷെ എല്ലാവരുടെ കല്യാണത്തിനും അങ്ങനെ നിർബന്ധമായിട്ടും വീഡിയോ ഉണ്ടാകാറില്ല. ചില സമയത്ത് കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ മാത്രമേ വീഡിയോഗ്രാഫർ ഉണ്ടാവും, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കൂടെ മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടുകാർ കല്യാണ വീഡിയോഗ്രാഫർമാരെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കല്യാണം ഒന്ന് കൊഴുക്കുന്നത് വീഡിയോഗ്രാഫർമാരെത്തുമ്പോഴാണ്. അവർ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ ലൈറ്റ് ബോയ് ഒക്കെ വന്നാൽ ലൈറ്റൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ആ വെള്ളപ്രകാശം ഇങ്ങനെ പരക്കുമ്പോഴാണ് കല്യാണ വീടൊന്ന് ഉഷാറാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1994 ജനുവരിയിലാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. തൃശ്ശൂരുള്ള റീന അതുപോലെ തന്നെ ജയൻ ദമ്പതിമാരുടെ കല്യാണമായിരുന്നു. അവരാണ് വധൂവരന്മാർ. അവരിപ്പോൾ ശരിക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ കൂടെയൊക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആ കല്യാണ വീഡിയോകളിൽ കാണാം നമുക്ക് അന്നത്തെ നമ്മുടെ നാട്ടിലെ കല്യാണ രീതികൾ, അന്നത്തെ ആളുകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ രീതികൾ, അതൊക്കെ കാണാൻ പറ്റും. അന്ന് മിക്കവാറും ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ആയിരിക്കും കല്യാണത്തിന് പറ്റി മുഹൂർത്തം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകാർക്കൊക്കെ സ്കൂളിൽ പോകേണ്ട, കല്യാണം കൂടാൻ എല്ലാവർക്കും തൊട്ടടുത്തുള്ള കല്യാണമാണെങ്കിൽ. ചില സമയത്ത് നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്തൊക്കെയുള്ള കല്യാണം ചിലപ്പോൾ വല്ല വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ വല്ലാത്ത വിഷമം. സ്കൂളിൽ പോകാതിരിക്കാൻ വീട്ടുകാർ വിടില്ല. പിന്നെ പെർമിഷൻ എടുക്കണം, അമ്മാവൻ്റെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ പെർമിഷൻ എടുത്തിട്ട് അനുവാദം കിട്ടിയാൽ മാത്രമേ നമുക്ക് കല്യാണം കൂടാൻ പറ്റുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ആ കല്യാണ ആഘോഷത്തിൻ്റെ ചൂടാറും മുൻപ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം ഫോട്ടോസ് വന്നു തുടങ്ങും. ആൽബംസൊക്കെ എല്ലാവരും മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൽബംസൊക്കെ നോക്കിയിട്ട് ഭയങ്കര അഭിപ്രായമായിരിക്കും. അയ്യോ എന്നെ കിട്ടിയില്ല, അയ്യോ ഞാൻ കണ്ണടച്ചു പോയി, ഇതെന്താ ഈ ഫോട്ടോയിൽ ഞാനിങ്ങനെ, ഇവനെ കാണാൻ നല്ല രസമുണ്ട്, ഇങ്ങനെ പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിടയിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും കല്യാണ വീഡിയോ വരുന്നത്. ഈ വീഡിയോ വന്നു കഴിഞ്ഞ ഉടനെ എല്ലാവരും ചേർന്ന് അന്ന് രാത്രി ഈ വീഡിയോ കാണാൻ പോവുകയാണെന്ന് എല്ലാവരും അറിയിക്കും. കുടുംബക്കാരെ അറിയിക്കും, തൊട്ടടുത്തുള്ള അയൽപക്കക്കാരെ അറിയിക്കും. അങ്ങനെ കല്യാണ ചെറുക്കനും പെണ്ണും എല്ലാവരും കൂടിയിട്ട് വീട്ടിലിരുന്നിട്ട് കല്യാണ വീഡിയോ കാസറ്റ് കാണാനുള്ള ഒരുക്കത്തിലേക്ക് എത്തും. ഈ കാസറ്റ് റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് അമ്മായിയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ അടുക്കളയിൽ ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന തിരക്കിലായിരിക്കും. അവർ ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് പറയും, പിന്നെ പെട്ടെന്ന് വെക്കലിനെ, കാസറ്റ് വെക്കലിനെ, ഞങ്ങൾ കൂടി വരുന്നുണ്ട്, വന്നിട്ട് ഒരുമിച്ച് കാണാം, ആദ്യം പ്ലേ ചെയ്യില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഇവരങ്ങനെ എല്ലാവരും കാസറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീട്ടിലെ കാരണവന്മാർക്കൊക്കെ വലിയ ബാൽക്കണി സീറ്റായിരിക്കും, കസേരയിലായിരിക്കും അവരിയ്ക്കുന്നത്. ബാക്കി എല്ലാവരും ഹാളിൽ നിലത്തായിരിക്കും ഇരിക്കുന്നത്. ഒരു ഹൗസ്ഫുൾ ഷോ തന്നെ ആയിരിക്കും. എല്ലാവരും കൂടിയിട്ട്, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് ഒരു ഹൗസ്ഫുൾ ഷോ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ കല്യാണ കാസറ്റിൽ തെളിഞ്ഞു വരുന്നത് നല്ലൊരു പൂവിൻ്റെ ദൃശ്യമായിരിക്കും. ഈ പൂവിൽ വണ്ട് തേൻ നുകരുന്ന ഒരു ദൃശ്യത്തോടു കൂടി ഈ കല്യാണ ആൽബം അങ്ങനെ തുടങ്ങുകയായി. അപ്പോൾ ഇത് ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ പോത്തേട്ടൻ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ കല്യാണ ചെറുക്കനും പെണ്ണും കൂടി വധുവരന്മാർ ഒന്നിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന ഒരു ബ്രില്യൻസിലൂടെ ക്യാമറാമാൻ നമുക്ക് തരുന്നതാണ്. പതുക്കെ ഈ പൂവിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ പതുക്കെ എന്താ പറയുക, വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വരാൻ തുടങ്ങും. ആ ടെക്സ്റ്റ് വന്ന ശേഷം പതുക്കെ ഈ ടെക്സ്റ്റിൽ നിന്ന് നേരെ പോയിട്ട് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. ഈ വെള്ളച്ചാട്ടത്തിൽ അതിൻ്റെ ഒരു ഒറ്റ സൈഡിലായിട്ടൊരു സ്ക്വയറിൽ, ഒരു ചതുരക്കട്ടയിൽ കല്യാണ ചെറുക്കനെയും പെണ്ണിനെയും പതുക്കെ കാണിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ മറഞ്ഞു പോകും. ആ സമയത്ത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയൊക്കെ പേരുകൾ എഴുതി കാണിക്കും. കല്യാണ ചെറുക്കൻ്റെ പേര്, അഡ്രസ്സ്, കല്യാണ പെണ്ണിൻ്റെ പേര്, അഡ്രസ്സ്, കല്യാണ തീയതി, അതുപോലെ തന്നെ കല്യാണം നടക്കുന്നത് എവിടെയായിരിക്കും. മിക്കവാറും അന്നത്തെ കാലത്ത് വധുവിൻ്റെ വീട്ടിലായിരിക്കും കല്യാണം നടക്കുന്നത്. ഈ കല്യാണവും വധുഗ്രഹത്തിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10-34 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കല്യാണമാണിത്. അപ്പോൾ അങ്ങനെ കല്യാണം ഇങ്ങനെ പതുക്കെ നടക്കും. അപ്പോൾ ഈ കളങ്കളം എഫക്റ്റ്, പൂക്കൾ, വെള്ളച്ചാട്ടം, കല്യാണ ചെറുക്കനും പെണ്ണും, ഇതിങ്ങനെ മാറി കാണിച്ച് ആ ടൈറ്റിലൊക്കെ ഏതാണ്ട് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരും. വരുമ്പോൾ ഈ 90കളിലെ കാലഘട്ടത്തിലുള്ള ഒട്ടുമിക്ക കല്യാണ കാസറ്റിലും ആദ്യത്തെ ഒരു ഇൻട്രോ സോങ് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ ദാസേട്ടൻ പാടിയ സൂര്യോദയം എന്ന് പറയുന്ന ഒരു പാട്ടും. സൂര്യോദയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടെന്ന് പറയുന്നത് വിയറ്റ്നാം കോളനിയിൽ ഒരു പാട്ടുണ്ടല്ലോ. ഏത് പാട്ടാ അത്? പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും. ഈ പാട്ടോട് കൂടിയിട്ട് സൂര്യോദയമൊക്കെ കാണിച്ചുകൊണ്ട് പതുക്കെ കല്യാണ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യലായി. അപ്പോൾ ഇത് ഇപ്പോൾ കല്യാണ ചെറുക്കൻ്റെ വീട്ടിലെ ക്യാമറ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ തലേ ദിവസം ഒന്നും അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല. പൊതുവേ കല്യാണ കാസറ്റുകളിൽ തലേ ദിവസം സദ്യയ്ക്ക് വേണ്ടി വട്ടം കൂട്ടുന്ന കുറേ വീഡിയോസ് ഉണ്ടാകാറുണ്ട്. ഈ കല്യാണത്തിൻ്റെ സദ്യ പെണ്ണിൻ്റെ വീട്ടിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ രംഗങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ പന്തൽ പണിക്കാർ വന്ന് പന്തലിടാൻ തുടങ്ങും. ഡിന്നർ
ഡിന്നർ സെറ്റുകാർ വന്ന് പാത്രങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങും. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് ആളുകൾ കൊണ്ടുവരും. ബന്ധുക്കളൊക്കെ പച്ചക്കറികൾക്ക് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവർ ഫ്രഷായിട്ട് വയലിലൊക്കെ കൃഷി നടത്തിയ സാധനങ്ങളൊക്കെ എടുത്ത് വരും. അങ്ങനെ തലേ ദിവസം എല്ലാവരും കൂടി അമ്മിയിലിരുന്ന് അരക്കാൻ തുടങ്ങും. കുറച്ച് പേര്, ഒരു പാചകക്കാരനുണ്ടാവും, മുതിർന്ന ഒരാൾ വെള്ളത്തോർത്തൊക്കെ ഇട്ടിട്ട് അയാളുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും പണി തുടങ്ങും. കായ്കറികൾ അരിയാൻ തുടങ്ങും. കുറച്ച് പേര് അരക്കാൻ തുടങ്ങും. അങ്ങനെ പല പണി, തേങ്ങാപ്പാൽ പിഴിയാൻ തുടങ്ങും. കുറച്ച് അമ്മാവന്മാർ അവിടെ ഇരുന്നിട്ട് ബീഡിയും അതുപോലെ തന്നെ സിഗരറ്റൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുശലം പറയുന്നുണ്ടാവും, മുറുക്കുന്നുണ്ടാവും. കുറച്ച് ബിരുദന്മാർ അവിടെ കുറച്ച് ചെറിയ പരിപാടികളിലൊക്കെ ഉണ്ടാവും. കുറച്ച് ഇങ്ങനെ ഒന്ന് മീറ്ററൊക്കെ അനങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടാവും. ഈ നിരത്തിയിട്ട് കസാരകളൊക്കെ ബസ് പോലെയൊക്കെ ആക്കിയിട്ട് ബസ് ഒക്കെ കളിക്കുന്ന കുട്ടികളും അന്നത്തെ കാലത്തുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കല്യാണ തലേ ദിവസം വളരെ നല്ല രീതിയിൽ കൊഴുകൊഴുക്കും. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഈ കാസറ്റിൽ അതൊന്നും കാണില്ല. ഈ കാസറ്റിൽ പിറ്റേ ദിവസം മുതലാണ് തുടങ്ങുന്നത്. അങ്ങനെ വീടും പരിസരവും ഒക്കെ കാണിക്കാൻ തുടങ്ങും. വീട്ടുകാർ ഒരുങ്ങുന്ന പരിപാടിയൊക്കെ കാണിക്കാൻ തുടങ്ങും. കല്യാണ ചെറുക്കനെ കാണിക്കാൻ തുടങ്ങും. കല്യാണ ചെറുക്കൻ്റെ കൂട്ടുകാർ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ കല്യാണം ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഒരു മേളത്തിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ഏകദേശം ഈ പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും എന്നുള്ള പാട്ട് കഴിയാറാകുമ്പോഴേക്ക് കല്യാണ വണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നുണ്ടാവും. അങ്ങനെ പുറപ്പെട്ട് നാട്ടിടവഴികളിലൂടെയൊക്കെ പോയി അങ്ങനെ വണ്ടി ഇങ്ങനെ പോയി. അപ്പോൾ അന്നത്തെ കാലത്ത് ഉള്ള വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ അറിയില്ല. അതായത് അംബാസിഡർ കാറൊന്നും മസ്റ്റായിരുന്നു. വെള്ള അംബാസിഡർ കാറിലാണ് ഈ കല്യാണ ചെറുക്കനും പെണ്ണും പോകാറുള്ളത്. കറുത്ത അംബാസിഡർ കാർ ആരും ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുപോകാൻ അന്ന് ബുക്ക് ചെയ്യാറില്ല, എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ ഒരു ബസ് ഉണ്ടാവും. മിക്കവാറും ആ ബസ്, കല്യാണ ബസ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഭയങ്കര ആധുനിക സജ്ജീകരണങ്ങളുണ്ടാക്കിയ ബസ്സൊന്നും ആയിരിക്കില്ല. ആ റൂട്ടിൽ തന്നെ ഓടുന്ന ഏതെങ്കിലും ഒരു ബസ്സായിരിക്കും ഒന്ന് ബുക്ക് ചെയ്യുക. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് കുറച്ച് പേര് കാറിൽ, കുറച്ച് പേര് ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് പോകുന്ന കുറേ കൂട്ടുകാരെയൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ വീഡിയോഗ്രാഫർക്ക് എപ്പോഴും വണ്ടിയുടെ മുന്നിലിരുന്ന് സീറ്റ് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കാണിക്കാൻ വേണ്ടി. അവരിങ്ങനെ റൂട്ട് കാണിച്ച് അങ്ങനെ പോയി ഏകദേശം മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണ്ണിട്ട റോഡിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കല്യാണ പെണ്ണിൻ്റെ വീടെത്താറായി. കാരണം ഇന്നത്തെ കാലത്തെ പോലെ നല്ല റോഡുകളൊന്നും എല്ലായിടത്തേക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് വീടുകളിലേക്കൊക്കെ റോഡല്ലേ, അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തും. എല്ലാവരും ഒന്ന് ഇറങ്ങി അവിടുത്തെ പരിസരം ഒന്ന് വീക്ഷിക്കും, നേരെ നടക്കും. അപ്പോൾ കല്യാണ ചെറുക്കൻ്റെ മുഖത്തൊരു ചെറിയൊരു ചിരിയും ചമ്മലും സന്തോഷവും നാണവും ഒക്കെ ഇങ്ങനെ മിന്നി മാഞ്ഞു വരുന്ന ഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മൊമെൻറ്റ് കിട്ടുമെന്നറിയില്ല. ഇതൊരു പ്രത്യേക മൊമെൻ്റാണ്. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ പെൺവീട്ടുകാരൊക്കെ വന്ന് അവരെ സ്വീകരിക്കും, മാലയിട്ട് സ്വീകരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ കല്യാണ പെണ്ണുണ്ടാവും. പെണ്ണിൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. കാരണം ഇന്ന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പെണ്ണ് കാണാൻ വന്ന ഒരാൾ, അയാൾ അങ്ങനെ വലിയ പരിചയമില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ സംസാരമൊന്നും ഇല്ലല്ലോ, എല്ലാ വീട്ടുകളിലും ഫോൺ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു അപരിചിതനായ ഒരാളെ വീട്ടുകാർ പരിചയപ്പെടുത്തി കാണിച്ചു തന്നു, ചായ കൊടുത്തു. അത് കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞു, കല്യാണം നിശ്ചയമായി, കല്യാണത്തിലേക്ക് എത്തി. ഇന്ന് മുതൽ ആ പെൺകുട്ടി പുതിയൊരു പരിസരത്തേക്ക് പോവുകയാണ്, പുതിയൊരു വീട്ടിലേക്ക്, പുതിയ ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഈ കല്യാണ പെണ്ണിനുണ്ടാവും. പക്ഷെ അവരതൊന്നും കാണിക്കത്തില്ല. അതൊന്നും കാണിക്കാതെ അവരിങ്ങനെ ഇരിക്കും. കല്യാണ പെണ്ണിനെ എല്ലാവരും കൂടി, പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ കൂടി ഡ്രസ്സിങ് ചെയ്യും. അതൊരു പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാമറാമാന്മാർ. അതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യും. പിന്നെ പതുക്കെ ഈ കല്യാണ പരിപാടിയിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. താലികെട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ഈ പ്ലേറ്റിൽ നിറയെ സിഗരറ്റ് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ തീപ്പെട്ടി കമ്പുകൾ വെച്ചിട്ടുണ്ടാവും. അതുപോലെ മുറുക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രായമായ അമ്മമാരൊക്കെ അപ്പോൾ മുറുക്കാൻ തുടങ്ങും. അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു സ്റ്റൈലായിരുന്നു സിഗരറ്റ് വലിക്കാന്ന്. പ്രായമായി, ഞാനും ഒരു ചെറുപ്പക്കാരനായി എന്നത് കാണിക്കാനുള്ള ഒരു സിമ്പിളായിരുന്നു. അന്നത്തെ ഒരു സ്റ്റൈലായിരുന്നു സിഗരറ്റ് വലി. പബ്ലിക് പ്ലേസിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കും. അന്നത്തെ സിനിമാ തിയേറ്ററുകളിൽ സിഗരറ്റ് വലിക്കും, ബസ്സിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ കാണും, ട്രെയിനിലൊക്കെ കാണും. ഇന്നത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റൈലായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പോൾ അവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ഒരു മേളമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് ബിരുദന്മാർ അവിടെ എവിടെയെങ്കിലും അതിന് വേണ്ട ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. തൊട്ടടുത്ത് ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും ചെറിയൊരു ബോട്ടിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ അവിടെയുള്ള ആളുകളെ പരിചയപ്പെട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് മിനുങ്ങിയിട്ട് ചാർജായിട്ട് അവർ വന്ന് കല്യാണത്തിൻ്റെ സ്ഥലത്ത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഈ ട്യൂബ്ലൈറ്റ് കത്തുന്നവൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കല്യാണം ഇങ്ങനെ ഒഴുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നടന്നുകൊണ്ടിരിക്കുക. ശേഷം ഈ കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടി ആ നാട്ടിൽ ഏതെങ്കിലും വളരെ പ്രായമുള്ള ഏതെങ്കിലും ഒരു കാരണവരുണ്ടാവും. കൂടാതെ തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ചേർന്ന് ഈ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ സമയത്ത് കല്യാണ ചെറുക്കന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കല്യാണ പെണ്ണിനും ഉണ്ടാവും താലി കെട്ടുന്ന സംഭവം. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും. പല കല്യാണത്തിനും അങ്ങനെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് അവസാനം കല്യാണ പെണ്ണിൻ്റെ കല്യാണ ചെറുക്കൻ്റെ കൈയും ചേർത്ത് പരസ്പരം കൈപിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് അവിടെയുള്ള ഒരു കാർമ്മികത്വം വഹിക്കുന്ന ഒരു അമ്മാവൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പിടിച്ച് രണ്ടുപേരുടെയും കൈ പിടിച്ച്
ചേർത്തപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിശയമായിട്ട് നോക്കുമ്പോഴേക്ക് കല്യാണ പെണ്ണിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൈ എടുത്തിട്ട് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ്റെ കൈ എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. നടന്ന സംഭവമാണ്, തള്ളല്ല, ഞാനിതിന് സാക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കല്യാണത്തിന് ടെൻഷൻ്റെ ഇടയിൽ നടക്കാറുണ്ട്. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സദ്യക്കുള്ള വട്ടങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പന്തിയിലിരിക്കാൻ ആദ്യം തന്നെ കുറച്ച് പേർക്ക് മടിയായിരിക്കും. ആദ്യം തന്നെ എങ്ങനെയാണ് ഇരിക്കുക, വെറുതെ കള്ളമാന്യന്മാരാവുന്നതാണ്, വേറൊന്നുമല്ല. പക്ഷേ രണ്ടാമത്തെ പന്തിയിൽ നല്ല തള്ളായിരിക്കും. ആൾക്കാർ കഴിക്കുമ്പോൾ അവരുടെ പുറകിലൊക്കെ പോയി ഒന്ന് ഇങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഒന്ന് വേഗം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകായിരുന്നു, എനിക്ക് 2 മണിക്ക് ബസ് ഉണ്ട്, ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. കഴിക്കുന്നവർക്ക് മര്യാദ കഴിക്കാനും പറ്റില്ല. അവസാനം ആ ചൂടൊക്കെ ഉണ്ടാവും, കാരണം മുകളിൽ നീല ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീഡിയോഗ്രാഫർ കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും കൂട്ടിയിട്ട് നേരെ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരമായ സ്ഥലത്തോ കൊക്കയിലോ എവിടെയും കൊണ്ടുപോയി അവരെ നിർത്തിയിട്ട് ഒരു വെയിലത്ത് നിർത്തിയിട്ട് കുറേ വീഡിയോ ഷൂട്ട് അങ്ങ് ചെയ്യും. അപ്പം അന്നത്തെ പാനസോണിക്കിൻ്റെ ഒക്കെ ക്യാമറ ആയിരിക്കും. അതിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുക. ഇന്നത്തെ പോലെ കളർ ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ക്യാമറാമാർ അന്നത്തെ കാലത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂ ഫൈൻഡറിലൂടെ വീഡിയോ എടുത്തിട്ടുള്ള ക്യാമറമാർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇന്ന് ഇപ്പോൾ ആര് വേണമെങ്കിലും വീഡിയോഗ്രാഫി, മൊബൈൽ പോലും ഗംഭീരമായിട്ട് വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു കല്യാണത്തിന് പിന്നെ ലൈറ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ തന്നെ വീഡിയോഗ്രാഫർമാരായി എല്ലാവരും. പണ്ടങ്ങനെയല്ല, ഒരുപാട് ഇത് പയറ്റി തെളിയണം. അപ്പോൾ അങ്ങനെ വീഡിയോഗ്രാഫിയർ അവരുടെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞ് കല്യാണ ചെറുക്കനും പെണ്ണൊക്കെ ഇരിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. കുറച്ച് കഴിഞ്ഞ് കുറച്ച് അവരവിടെ വിശ്രമിക്കും, തമാശയൊക്കെ പറയും. പിന്നെ പതുക്കെ അവിടെ നിന്ന് കല്യാണ ചെറുക്കൻ പെണ്ണിനെയും കൂട്ടി കല്യാണ ചെറുക്കൻ്റെ വീട്ടിലേക്ക് യാത്രയാവും. അമ്മ വന്ന് കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും വിളക്ക് വെച്ച് അകത്തേക്ക് സ്വീകരിക്കും. അപ്പോൾ മനോഹരമായ പാട്ടുകളായിരിക്കട്ടെ ഈ സമയത്തൊക്കെ കല്യാണ കാസറ്റിൽ ഉണ്ടാവുക. 90കളുടെ ആദ്യ കാലങ്ങളിലൊക്കെ കല്യാണ കാസറ്റിൽ അധികവും SP വെങ്കടേഷിൻ്റെ പാട്ടുകളായിരിക്കും ഉണ്ടാവുക, വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ. അതുപോലെ തന്നെ രവീന്ദ്ര മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയൊക്കെ പാട്ടുകളുണ്ടാവും, MG ശ്രീകുമാറിൻ്റെ പാട്ടുകളുണ്ടാവും. അങ്ങനെ മനോഹരമായ പാട്ടുകളുടെ ഒരു കളക്ഷൻസ് തന്നെ ആയിരിക്കും. മിക്ക സിനിമകളിലും റിലീസാവാത്ത പാട്ടുകൾ, അതുപോലെ തന്നെ ഫ്ലോപ്പായ സിനിമകളിലെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് കല്യാണ കാസറ്റിലേക്ക് ആ വീഡിയോ അത് വരുമ്പോഴായിരിക്കും. കാരണം ഈ കല്യാണ കാസറ്റ് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര എന്താ പറയുക നാക്കാണിത്. ഈ പാട്ട് കറക്റ്റായിട്ട് ഈ കല്യാണത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാൽ കല്യാണ കാസറ്റ് ചെയ്യുന്നവരാണ് പണ്ട് പല മുങ്ങിപ്പോവുമായിരുന്ന പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാക്കി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാ കല്യാണത്തിനും ഒട്ടുമിക്ക കല്യാണത്തിനും ഉണ്ടാകുന്ന ചടങ്ങാണ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണിനും മധുരം നൽകുക എന്ന് പറയുന്ന ചടങ്ങ്. അപ്പോൾ നമ്മുടെ വടക്കേ മലബാറിലൊക്കെ ഉണ്ടാകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പാലും പഴവും കൊടുക്കുകയാണ്. അപ്പോൾ വരൻ പാല് കുറച്ച് കുടിക്കും, എന്നിട്ട് അതിൻ്റെ പകുതി വൈഫിന് കൊടുക്കും. വൈഫ് അത് കുടിക്കുമ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. വൈഫിൻ്റെ മുഖത്ത് ചെറിയൊരു നാണം. അത് കഴിഞ്ഞ് പഴം എടുക്കും, പഴം കഴിക്കാൻ പറയും. പണ്ടത്തമ്മമാരോട് അത് നേരെ കഴിക്കും, അത് കഴിച്ചിട്ട് അതിൻ്റെ പകുതി കൊടുക്കണം. ഭയങ്കര നാണവും ചമ്മലൊക്കെ ആയിരിക്കും, എല്ലാവരും ചിരിയും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ചില വരന്മാർ അത് കഷ്ണം കഴിച്ചിട്ട് കൊടുക്കും. അപ്പോൾ നാണത്തോടുകൂടി വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കല്യാണ വീഡിയോയിലെന്തോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ വീഡിയോഗ്രാഫർമാർ അവരെ സമ്മതിക്കണം കേട്ടോ. അതായത് അവർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള വീഡിയോഗ്രാഫർമാരാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ അവർ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യും, നന്നായിട്ട് കമ്പോസ് ചെയ്യും. അപ്പോൾ അതിൽ കാണും. അപ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ കാസറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാം ഓക്കെ വീഡിയോഗ്രാഫർ ആളൊരു വിരുദ്ധനാണെന്ന്. എന്നാലും കല്യാണ കാസറ്റിൽ മൊത്തം എടുത്തു കഴിയുന്നവർ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം എന്തെങ്കിലും കിട്ടാതെ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. ഒരു കല്യാണ വീഡിയോ കാസറ്റ് ഒരു വീഡിയോഗ്രാഫറെ ഉള്ളെങ്കിൽ ഓപ്പോസിറ്റ് ആളില്ലെങ്കിൽ ഇതിൽ നിന്ന് മിസ്സായ സാധനം മറ്റാളോട് ചോദിക്കാനും പറ്റില്ല. ചില ആൾക്കാർക്ക് കല്യാണം ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള കല്യാണ വീഡിയോഗ്രാഫറെ ഫോൺ വിളിച്ചിട്ട് നിൻ്റെ കല്യാണത്തിൻ്റെ ആ ചടങ്ങ് മാത്രം എനിക്ക് തരണം, കാരണം എൻ്റെ കയ്യിൽ പതിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആളുകൾക്കൊക്കെ ഒരു ചെറിയ ചായ സൽക്കാരം കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണ പെണ്ണിൻ്റെ ആളുകളൊക്കെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകും. പിന്നെ അവരുടെ വീട്ടിലെ കുറച്ച് അന്തരീക്ഷങ്ങൾ, അവിടെ പാത്രത്തിൻ്റെ ബില്ല് കൊടുക്കൽ, പന്തലിൻ്റെ ബില്ല് കാശ് കൊടുക്കൽ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരിക്കും കല്യാണ ചെറുക്കൻ. കല്യാണ പെണ്ണിപ്പോൾ പുതിയ വീട്ടിൽ വന്ന് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. കല്യാണ പെണ്ണ് പരിചയപ്പെടാൻ അയൽപക്കത്തുള്ളവരും ബന്ധുക്കളും എല്ലാവരും കൂടും. ഭയങ്കര ചൂടായിരിക്കും. അവർക്കാണെങ്കിൽ എന്തോന്ന് ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൂഡായിരിക്കും ചിലപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് കല്യാണ കാസറ്റിൻ്റെ അവസാനത്തെ ഭാഗം കാണാനാണ് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കാറുള്ളത്. അത് ഔട്ട്ഡോറാണ്. കല്യാണ ചെറുക്കനും പെണ്ണും മാത്രമായിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അവരോട് നടക്കാൻ പറയും, ചിരിക്കാൻ പറയും. അങ്ങനെ പല സംഭവങ്ങൾ. ഈ കല്യാണ കാസറ്റ് കുറച്ചുകൂടി പഴയ കല്യാണ കാസറ്റ് ആയതുകൊണ്ട് അതിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇതിൽ കുറച്ച് ഔട്ട്ഡോർ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ താരനൂപനം ചാർത്തി എന്ന് പറയുന്ന നമ്മുടെ SP വെങ്കടേഷ് സാറിൻ്റെ ഒരു മനോഹരമായ ഗാനത്തോടുകൂടിയാണ് ഈ കല്യാണ കാസറ്റൊക്കെ ഇങ്ങനെ പതുക്കെ അവസാനിക്കുന്നത്. എന്തായാലും അന്നത്തെ കാലം എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇയാൾ തന്തവൈ പഠിച്ചിട്ട് പറയുന്നതാണെന്നൊക്കെ തോന്നും. തന്തവൈബ് എന്താ നല്ല വൈബല്ലേ? എന്തായാലും ഇതിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പരസ്പര സഹായം ഉണ്ടായിരുന്നു. ജാതി മതഭേദമന്യേ ഒരു കല്യാണം വരുമ്പോൾ എല്ലാവരും ചേർന്ന് പങ്കെടുക്കുകയും അത് ആഘോഷമാക്കി മാറ്റാറുണ്ട്. അന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം കഷണ്ടിയുള്ള ആളുകളൊന്നും വന്നില്ല. ചെറുപ്പക്കാർക്കൊന്നും കഷണ്ടിയില്ല. പ്രായമായ ആൾക്കാർക്ക് പോലും മുടി അധികം നരച്ചിട്ടില്ല. അതുപോലെ തന്നെ മെലിഞ്ഞ് നല്ല ഫിറ്റായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കല്യാണ വീഡിയോ കണ്ടതിലൂടെ
നിങ്ങൾക്കും നിങ്ങളുടെ ആ പഴയ കുട്ടിക്കാലത്ത് നിങ്ങൾ പങ്കെടുത്ത ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ അമ്മാവൻ്റെയോ നാട്ടിലെ ഏതെങ്കിലും ഒരു ചേട്ടൻ്റെയോ കല്യാണത്തിനൊക്കെ കൂടിയ ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ശ്യാ